ദുബായിന്നെത്തിയേ എത്താനൊക്കെ കുറെ ദിവസമായി മച്ചനെ. അയ്യോ കുറെ ദിവസം ആയിട്ടില്ല, 2 ദിവസമായിട്ടുണ്ടോ. എന്നെ എന്ത് ചെയ്യാനാ, അറബികൾക്ക് എന്നെ മെല്ലെ വേണ്ടു. ഞാൻ അങ്ങോട്ട് വരാം, കുറെ കാര്യങ്ങൾ പറയട്ടെ, അങ്ങോട്ട് വരാം. സന്തോഷം കണ്ടാ കൊള്ളാം. കഥ കേക്കട്ടെ മോനെ. കഥ ഒരുപാടുണ്ട് മച്ചനെ. ഫാസൽഖാൻ മേരെ വലിയ വീട്ടിൽ രാജകുമാരൻ ഒറ്റക്കായിരുന്നു. ഏത് രാജകുമാരൻ ചോദിക്കടാ? ഏത് രാജകുമാരൻ? ഞാനെന്നെ അല്ലാണ്ടൊന്നാ പട്ടിണിയും ദാരിദ്ര്യമാടാ. ദുബായ് ആയതുകൊണ്ട് ജീവിച്ചു പോണു. എന്താടാ എന്റെ സ്റ്റാറ്റസ് ഒക്കെ നമ്മള് കാണുന്നതാ. ഏതാ കമ്പനി എന്നിട്ട് എനക്ക് പറ്റണല്ലോ പോലും. സ്റ്റാറ്റസ് ഇടാൻ എല്ലാവർക്കും കയ്യില മണ്ട ചെങ്ങായി. ഞാനിപ്പോ 4 വർഷമായിട്ട് അതേ പോസ്റ്റിലാ. 4 വർഷമായിട്ടോ? ആ എന്ത് ചെയ്യണ, ഡിഗ്രി ഇല്ല. ഡിഗ്രി PG ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പൂടോ എത്തിപ്പോയി. ഇജ്ജെന്റെ മണ്ട, ഇജ്ജ് 4 വർഷമായിട്ട് ഇതും പറഞ്ഞ അവിടെ ഇരിക്ക. എന്റെ പൊന്നു പൊട്ട, അതൊക്കെ ഇപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡിസ്റ്റന്റ് ആയിട്ട് ഡിഗ്രി എടുത്തൂടെ? അനക്ക് അവിടെ ഇരുന്ന് പഠിച്ചാ പോരെ. ബട്ട് മച്ചാനെ, ഡിസ്റ്റൻസ് ഒക്കെ ഒരു ഉടായിപ്പല്ലേ, അത് ഓൺലൈനൊക്കെ. പൊന്നു മോനെ, ഇജ്ജ് ടീംസ് എഡ്യൂക്കേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇജ്ജ് കേൾക്കൂല, അനക്ക് അതിനുള്ള വിവരമില്ലല്ലോ. എടാ അങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ട്. 10-15 വർഷം കൊണ്ട് 10-25,000 പിള്ളേര് ഡിസ്റ്റന്റ് ഡിഗ്രി എടുത്ത അവർ സെറ്റിലായി. അതുമല്ല NIRFന്റെ അണ്ടറിൽ വരുന്ന ടോപ്പ് 20 യൂണിവേഴ്സിറ്റീസിൽ നിന്നാണ് അവർ ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്നത്. അതും ഓൺലൈൻ റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്. സിമ്പിളായിട്ട് എനിക്ക് അവിടെ ഇരുന്ന് ഫ്രീ ടൈമിൽ പഠിച്ചാൽ എനിക്കിപ്പോൾ എവിടെ എത്തണ്ട. ഞാനിപ്പോൾ PG ചെയ്തുകൊണ്ടിരിക്കുക. PG കൂടെ കിട്ടിയാൽ ഞാനവിടെ മാനേജറാ. ഇപ്പം എനിക്ക് 40 രൂപയുടെ ശമ്പളം ഉണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ 65. എനിക്കിവിടെ 65 ആയിരിക്കും. ബട്ട് ഡിഗ്രി എങ്ങാനും എനിക്ക് കിട്ടിയാൽ എനിക്ക് അവിടെ എത്ര അറിയാം? ഇവിടത്തെ 1.5 ലക്ഷം രൂപയാണ്. ഞാൻ ആറാമച്ചാനെ വെറുതെ ടീംസിന്റെ എഡ്യൂക്കേഷന്റെ ആ സാധനം കൊണ്ടോ നമ്പറൊക്കെ രക്ഷപ്പെട്ട് കണ്ട. അല്ല മുട്ടായി ഒന്നും കൊണ്ടുവന്നില്ല. വീണ്ടും കാണാം.